മാത്സ് പഠനം ഈസിയാക്കാൻ 7 ടിപ്പുകൾ. മാത്സ് ഒരു ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ആയിട്ടാണ് പലരും കരുതിയിരിക്കുന്നത്. ഇതൊരു ധാരണ മാത്രമാണ്. ഈ ചിന്താഗതി നിങ്ങൾ മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഒന്നാമതായി ചെയ്യേണ്ടത് മാത്സിനെ കുറിച്ചുള്ള ഈ നെഗറ്റീവ് ചിന്തകൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. പരിശ്രമിച്ചാൽ എനിക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്പർ 2, പ്രാക്ടീസ് മാത്സ് ഡെയിലി. എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് മാത്സ് പഠിക്കാനിരിക്കണം. നല്ല ഉത്സാഹമുള്ള സമയത്തായിരിക്കണം മാത്സ് പഠിക്കേണ്ടത്. നമ്പർ 3, ലേൺ ബേസിക് മാത്സ്. അതായത് ബേസിക് മാത്സ് എന്ന് പറയുന്നത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ മുതലായവയാണ്. മാത്സ് ഡിഫിക്കൽട്ട് ആകാനുള്ള ഒരു കാരണം ബേസിക് മാത്സ് അറിയാത്തതാണ്. അതുകൊണ്ട് തന്നെ മാത്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പഠിക്കണം. നമ്പർ 4, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മാത്സ് ഇൻസ്റ്റെഡ് ഓഫ് മഗിങ് ഇറ്റ്. മാത്സ് കാണാപ്പാഠം പഠിക്കേണ്ട ഒരു വിഷയമല്ല, മനസ്സിലാക്കി തന്നെ പഠിക്കണം. കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിനു ശേഷം ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് ചെയ്ത് പഠിക്കണം. നമ്പർ 5, ഡു മോർ ക്വസ്റ്റ്യൻസ് ഇൻ ഈച്ച് ടോപ്പിക്. ഒരേ ടോപ്പിക്കിൽ നിന്നും പല തരത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് പല രീതികളിലുള്ള ചോദ്യങ്ങളായിരിക്കും വരുന്നത്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നോ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നോ ധാരാളം ചോദ്യങ്ങൾ എടുത്ത് ചെയ്ത് പഠിക്കണം. നമ്പർ 6, ക്ലിയർ ഓൾ ഡൗട്ട്സ്. സംശയങ്ങൾ വന്നാൽ കൂട്ടുകാരോടോ ടീച്ചേഴ്സിനോടോ ചോദിക്കാൻ മടി കാണിക്കരുത്. നമ്പർ 7, മെയിൻറ്റെയിൻ എ സെപ്പറേറ്റ് നോട്ട്ബുക്ക് ആൻഡ് എ ഫോർമുല ലിസ്റ്റ്. ഓരോ ചാപ്റ്ററിലുമുള്ള പ്രധാനപ്പെട്ട ഫോർമുലാസും ഇക്വേഷൻസും ഒന്ന് എഴുതി വെക്കണം. അത് എപ്പോഴും കാണത്തക്ക രീതിയിൽ സ്റ്റഡി റൂമിലെ വോളിൽ തൂക്കിയിടണം. ദിവസവും അത് കാണുമ്പോൾ ഉപബോധ മനസ്സിൽ പതിയുകയും മറക്കാതിരിക്കുകയും ചെയ്യും. മാത്സ് പഠനത്തിനായി ഒരു ഫോർമുല ബുക്ക് തന്നെ വെക്കുന്നത് നന്നായിരിക്കും.